സുഹൃത്തുക്കളെ നോക്ക്, രണ്ടുപേര് സിപ്പ് ലൈനിൽ പോവുക. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, അതേമാതിരി നല്ല നീളമുണ്ട് കേട്ടോ. വയനാട് തന്നെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈനാണിത്. കാരാപ്പുഴ ഡാമിലോട്ടുള്ള യാത്രാമധ്യേ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുള്ളത് കാരാപ്പുഴ ഡാമിൻ്റെ ഷട്ടർ ഏരിയയിലാണ്, അതായത് വെള്ളം തുറന്നു വിടുന്ന ആ ഷട്ടർ ഏരിയയിലാണ്. കുറച്ച് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്, വെള്ളം ചെറുതായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം ഏതായാലും നമുക്ക് മെയിൻ എൻട്രൻസിലോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകളുമായിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വന്നപ്പോഴാണ് കാഴ്ച, എന്താ ജനം. ഇന്ന് സൺഡേ ആണ്, അതേമാതിരി ഹോളിഡേ ആണ്, അതുകൊണ്ടായിരിക്കും ഇത്രയും ജനം വന്നത്. ഇവിടെ ടിക്കറ്റിന് വലിയവർക്ക് 30, കുട്ടികൾക്ക് 10 കേട്ടോ. പ്രവേശന കവാടം കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. സൂര്യൻ അടിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ക്രൗഡാട്ടോ ഇവിടെ. പിന്നെ വെക്കേഷനും ഇല്ല, ക്രിസ്മസ് വെക്കേഷനാണ്, അതുകൊണ്ട് നല്ല ക്രൗഡുണ്ട്. വൈകുന്നേരം ഏകദേശം ഒരു 4-4:30 ഇപ്പോൾ സമയം. ഈ സമയത്ത് അത്യാവശ്യം നല്ല ആൾ കയറിയിട്ടുണ്ട്. ഇവിടെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് സിപ്പ് ലൈനൊക്കെ ചെയ്യുന്നവർ ഇവിടുന്ന് അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ചെയ്തിട്ട് ഇവിടുന്ന് പോകണം. ഇതിന് മുന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്നാമത് വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും, പിന്നെ ഇന്ന് സൺഡേ ആണ്. കൂടുതലും കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് ആൾക്കാർ. ഇത് കണ്ടോ, പൊതുവേ വയനാട് ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. ഡിസംബർ മാസമല്ല, നല്ല തണുപ്പുണ്ട്. ഏകദേശം ഉച്ചക്ക് 3 മണി കഴിഞ്ഞാൽ തന്നെ തണുപ്പ് ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ചൂടില്ലാത്തത് കൊണ്ട് ജനങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചാണ് ഇവിടെ നടക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പൂച്ചെടികളുള്ള സ്ഥലമാണ് കേട്ടോ കാരാപ്പുഴ ഡാം. അത് നമുക്ക് വഴിയെ കാണാം. അത്യാവശ്യം നല്ല പൂന്തോട്ടങ്ങളുണ്ട് ഇവിടെ. ആദ്യം തന്നെ നമ്മൾ എത്തുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു മ്യൂസിക് വിത്ത് ജമ്പിങ് ഏരിയയിലാണ്. ഇവിടെ എത്തിയാൽ തന്നെ ഒരുവിധം രക്ഷിതാക്കളൊക്കെ പോസ്റ്റായി പോകും. കാരണം കുട്ടികൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. കാരാപ്പുഴ ഡാമിൽ ഈ അടുത്തായിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പുതിയ റൈഡുകളൊക്കെ. ഈ കാണുന്ന കുട്ടികൾക്കുള്ള സംഭവം മാത്രമേ മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കണ്ടില്ലേ, കുറേയധികം റൈഡുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടൂറിസം വകുപ്പ് ഒരു തേർഡ് പാർട്ടി കമ്പനിക്കാണ് നൽകിയത്. അതുകൊണ്ട് പുറത്തുള്ള കമ്പനി ആയതുകൊണ്ട് ടിക്കറ്റ് പ്രൈസ് കുറച്ച് ഹൈ ആണ്. എന്നിരുന്നാലും ഇവിടെ വരെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ഇതിലൊക്കെ കയറി ആസ്വദിച്ചിട്ട് തന്നെയാണ് പോകുന്നതൊക്കെ. കണ്ടില്ലേ, കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ പറക്കുകയാണ്. അത്യാവശ്യം ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇതിലൊക്കെ കയറാൻ കഴിയുള്ളൂ. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇതിൽ കയറുന്നുണ്ട്. ഇനി അതിൽ കൂടുതൽ ധൈര്യമുള്ളവർക്കുള്ള സംഭവമാണ് ഈ റൈഡുകളൊക്കെ. ഇതിൽ കുറേയധികം ആളുകൾ ഇതും ഉപയോഗിക്കുന്നുണ്ട്. അതിലും കൂടുതൽ ധൈര്യമുള്ള ആൾക്കാർക്കുള്ള ഒരു ഏരിയയാണിത്. കണ്ടോ, കുറേ ആൾക്കാർ ഇവിടെ അത് ധൈര്യത്തോടു കൂടി ഇരുന്ന് എല്ലാം കണ്ട് ആസ്വദിക്കുന്ന ഒരു ഏരിയ, ഒരു പുൽത്തകിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതാണ് മക്കളെ സംഭവം. ഇതിൽ കയറണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ധൈര്യം വേണം. ഞാൻ കുറച്ച് ധൈര്യം കൂടുതലുള്ള ആളായതുകൊണ്ട് ആ പുൽത്തകിടയിൽ ഇരുന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ മുമ്പുണ്ടായിരുന്ന പല സ്ഥലത്തും ഉണ്ടായിരുന്ന അപകടങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ധൈര്യമുള്ളവർ മാത്രമേ ഇതിൽ കയറുള്ളൂ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ടവറിന്, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. മേലെ പോയിട്ട് ഒരൊറ്റ പോരല താഴോട്ട്.
ഇപ്പോൾ ഏറ്റവും കൂടുതൽ റൈഡുകളും ആക്ടിവിറ്റീസും ഒക്കെ കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ കാരാപ്പുഴ. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏത് ടൂറിസ്റ്റ് സ്ഥലത്ത് പോയാലും ഇത്രയും കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ജനങ്ങൾ കൂടുതലുമാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതൊക്കെ പുതിയ വന്നൊരു റൈഡാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ചിരിയൊന്നും പലർക്കും പിന്നെ ഉണ്ടാവാറില്ല. പിന്നെ ഒരു നിലവിളിയൊക്കെ കേൾക്കാം അവിടെ ഇരിക്കുമ്പോൾ. ഇവിടെ റൈഡുകളൊക്കെ ഒരൊറ്റ ഏരിയയിലാണ് കേട്ടോ. ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിലാണ് എല്ലാ റൈഡുകളും ഉള്ളത്. നമ്മൾ പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറേ നടക്കാനില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും പെടില്ല. 3-4 റൈഡുകൾ 5 റൈഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്തടുത്താണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സുഖമാണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പുൽത്തകിടി ഉണ്ടല്ലോ, അവിടെ ഇരുന്നാൽ ഈ റൈഡുകൾ മൊത്തം കണ്ട് ആസ്വദിക്കാനും കഴിയും. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ആ പുൽത്തകിടി ഉള്ളത്. അവിടെ അത്യാവശ്യം നല്ല തണലുണ്ട്. അപ്പം പ്രായമുള്ളവർക്കൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ ഇത് ആസ്വദിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ടാക്കിയിട്ടുണ്ടോ. വ്യൂ പോയിൻ്റ്, അവിടെ നിന്നുള്ള വ്യൂ നല്ലതാണ്. ആ വാച്ച് ടവറിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു വ്യൂ കാണാം ഇവിടെ നിന്നാൽ. അതായത് കാരാപ്പുഴ ഡാമിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അതേപോലെ ഇതിൻ്റെ മേലെ നിന്നാൽ പിന്നെ ഡാമിൻ്റെ റിസർവെയറിൻ്റെ നല്ലൊരു വ്യൂ, അടിപൊളിയൊരു വ്യൂ ഇവിടെ നമുക്ക് പകർത്താൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു വാച്ച് ടവർ എന്തുകൊണ്ടും ഇവർ കഴിഞ്ഞ വർഷമാണ് ഇത് ഉദ്ഘാടനമായത്, ഇത് ഉണ്ടാക്കിയത്. അതിൻ്റെ ശേഷം നല്ല തിരക്കാണ് ഈ വാച്ച് ടവറിൽ. ഇത് ഡാമിൻ്റെ റിസർവെയർ കാണാൻ പോകുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്നാലും എല്ലാവരെയും നമുക്ക് വാച്ച് ചെയ്യാനും നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ കേട്ടോ. ഇത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സിപ്പ് ലൈനാണ് കേട്ടോ. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. ഇത് അത്യാവശ്യം നല്ല ദൂരം കേട്ടോ. ഞാൻ എൻ്റെ ക്യാമറ വെച്ച് സൂം ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വഴിയെ കാണാം എത്ര ദൂരം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നല്ല ഹൈറ്റും ഉണ്ട്. ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇതിൽ കയറാൻ കഴിയുള്ളൂ. പിന്നെ ഇതിന് എനിക്ക് തോന്നുന്ന വെയിറ്റ് ലിമിറ്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. എല്ലാവർക്കൊന്നും കയറാൻ പറ്റില്ല, വെയിറ്റ് ലിമിറ്റ് ഉണ്ട് ഇതിന് സിപ്പ് ലൈനിന്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല കൂടുതൽ ദൂരത്തു നിന്നാണ് വരുന്നത്. സ്വന്തമായിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വരവ്. നിങ്ങൾ വയനാട് വരികയാണെങ്കിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും. കാരണം എല്ലാ പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഉചിതമായിരിക്കും. ഇത് ഊഞ്ഞാൽ 3 ആൾ പോകുന്നത്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ മേലോട്ട് ഇതിനായിട്ട് കുറച്ചും കൂടി സാവധാനത്തിലാട്ടോ മേലോട്ട് പൊക്കുക. ഞാൻ ഒന്ന് സ്പീഡാക്കിയതാണേ. പിന്നെ മേലേന്ന് താഴോട്ട് സ്പീഡ് ആക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോവുക. ഇപ്പം വിടും. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ വി ആർ ക്യാമറ വെച്ചിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ. നല്ല തിരക്കുണ്ട്. അതേമാതിരി ഐസ്ക്രീം, ചായ, സ്കൈൻ്റെ ഐസ്ക്രീമൊക്കെ ഇവിടെ നിന്ന് ലഭിക്കും. അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെയൊക്കെ.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൂന്തോട്ടത്തിൻ്റെ ഒരു ഏരിയ ആണ്. ഓരോ സീസണിനനുസരിച്ചാണ് ഇവിടെ പൂക്കൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ചില പൂക്കളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓരോ സമയത്ത് എല്ലാ സമയത്തും ഇവിടെ പൂക്കൾ ഉണ്ടാവും. ചില സീസണിൽ അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൂക്കളുടെയൊക്കെ ഒരു കാഴ്ചകളൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാം. അതേമാതിരി ഇതാ കണ്ടില്ലേ, ഇങ്ങനെ താഴോട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ റോസ് ഗാർഡനാണ്, മൊത്തം താഴോട്ടൊക്കെ റോസ് ഗാർഡനാണ്. സഞ്ചാരികൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരാപ്പുഴ ഡാമിനെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.